ഡൽഹിയിൽ 12 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച സദർ ബസാറിലായിരുന്നു മനസ്സ് മരവിപ്പിക്കുന്ന ക്രൂരത. 5 പ്രതികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, ഒരിക്കലും ഇനി ആവർത്തിക്കരുതെന്ന് അല്ലെങ്കിൽ ഇനി കേൾക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കുഞ്ഞ് ഇത്തരത്തിൽ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്? ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹിയിലെ സദർ ബസാറിലെ ഓൾഡ് ഡൽഹിയിലെ സദർ ബസാറിൽ ആണ് ഈ ദാരുണമായ സംഭവം നടന്നത്. സദർ ബസാറിൽ ചായക്കട നടത്തുന്ന ആളാണ് കേസിലെ 1-ാം പ്രതി. ഈ ചായക്കട നടത്തുന്ന ഈ ചായക്കടയിൽ, അതായത് സഹായിയായി നിൽക്കുന്ന 12, 14, 15 വയസ്സുള്ളവരാണ് കേസിലെ പ്രായപൂർത്തിയാകാത്ത മറ്റു പ്രതികൾ. ഇവർ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സ്വദേശികളാണ് എന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി ഈ സദർ ബസാറിലെ ഈ ചായക്കടയ്ക്ക് സമീപത്ത് ഒരു സ്ഥലത്ത് ഈ ചവറുവാരൻ എത്തിക്കുകയും അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർക്ക് സഹായിയായ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആയിരുന്നു ഈ പെൺകുട്ടിയെ ഈ ചവറ് വാരാൻ പറഞ്ഞുകൊണ്ട് ഈ ചായക്കടയ്ക്ക് സമീപത്ത് എത്തിക്കുന്നത്. തുടർന്നായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയെ, ഇരയായ പെൺകുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ഇത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടി ബന്ധുക്കളോട് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് പോലീസിന് പരാതി ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ 5 പേരെ കേസിൽ ഉൾപ്പെട്ട 5 പേർ ചേർന്നാണ് 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നത്. 12 വയസ്സുകാരി. അപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ബന്ധുക്കൾ എങ്ങനെ 2 ദിവസം ഇക്കാര്യം അറിയാതെ പോയി എന്നുള്ളത്? 4 പേരാണ് ഈ കൂട്ടബലാത്സംഗത്തിൽ ഉള്ളത്, കൂട്ടബലാത്സംഗം ചെയ്തത്. ഒരാൾ ഇവരെ സഹായിച്ച കേസിലെ, അതായത് ഈ കേസിൽ ഇവരെ സഹായിച്ച ഒരു സ്ത്രീയാണ് മറ്റൊരു പ്രതിയായി ഉള്ളത്. അങ്ങനെയാണ് 5 പേർ ഉള്ളത്. ഈ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി ഡൽഹി പോലീസ് അറിയിച്ചിട്ടില്ല. ഡൽഹി പോലീസ് ഇന്നാണ് ഈ ഔദ്യോഗികമായി ഇക്കാര്യം, അതായത് ഈ കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ കേസിൽ 2 ദിവസത്തെ കാലതാമസം ഉണ്ടായത് ഈ പെൺകുട്ടി ഈ സംഭവം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത ബന്ധുക്കളോട് പെൺകുട്ടി ഈ ദാരുണമായ സംഭവത്തെ കുറിച്ച് പറയുകയും തുടർന്ന് ഡൽഹി പോലീസിന് അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുകയും ചെയ്തത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഈ ചായക്കട നടത്തുന്ന വ്യക്തി എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 പേർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾ വനിതയാണ്. മറ്റു 4 പേരാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്. ശരി. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു.